ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെയാണ്. അപ്പം അതിൽ ഒരു കറക്റ്റ് സർക്കിൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇപ്പം ഞാൻ ആ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ആ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് സർക്കിൾ ഷേപ്പ് തന്നെ കിട്ടുമെന്ന്. സാറിൻ്റെ തന്നെ ക്ലാസ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിനി നമ്മളെ എ ലാബിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട്. ആ സമയത്താണ് ChatGPT അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. പിന്നെ ഒരുപാട് ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഒരുപാട് കാര്യങ്ങൾ ഒരുപാടെന്ന് വെച്ചാൽ സാർ ഇന്ന് തന്ന എല്ലാ ടാസ്കും ഞാൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ടാസ്കും ചെയ്തിന്. ഞാൻ മാത്രമല്ല, ഞാൻ എല്ലാ ടീച്ചേഴ്സും നോക്കി എല്ലാവരും. ഇപ്പോൾ വിമല മാമിനെല്ലാം ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. മാം അടക്കം ലെസൺ പ്ലാനെല്ലാം എഴുതിയിട്ടിട്ടത് ഞാൻ ഇപ്പം കണ്ട്. എല്ലാ ടീച്ചേഴ്സും ഇപ്പം എനിക്ക് തന്നെ ഉറപ്പുണ്ട് ഇനി എനിക്ക് ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് റൂമിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാം പഠിച്ച് അതുപോലെ തന്നെ ഞാൻ ആ ലിങ്കൊക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇനിയും ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടിയാൽ തീർച്ചയായിട്ടും എല്ലാ ടീച്ചേഴ്സിനും ഉപകാരപ്പെടും. സോ താങ്ക് യു സോ മച്ച് സർ. Today's session was wonderful. Thank you for your dynamic training. It was brilliant, sincere. Thank you for enriching and entertaining training session. Thank you for guiding us through this training journey. Thank you so much, sir. Thank you. എല്ലാവരും ശ്രദ്ധിച്ച പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം. പക്ഷെ നമ്മൾ ഇതുമായിട്ട് അങ്ങനെ ടച്ചില്ലാത്തതുകൊണ്ട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും വരും തലമുറ ഈ AI-യിലാണല്ലോ. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അധിക കാര്യങ്ങൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഈ മേഖലയിലാവണമെങ്കിൽ നമ്മളും ഇത് പഠിച്ചേ പറ്റും. ഇപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത പത്രങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകളും അതിൻ്റെ നെഗറ്റീവും അതിൻ്റെ പോസിറ്റീവൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ നമ്മളെ പ്രസിഡൻ്റ് ആൾ തരുന്നു ഇലോൺ മസ്ക് അതുപോലെയുള്ള വലിയ വലിയ ആ ടീമൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ നെഗറ്റീവ് അതിൻ്റെ പോസിറ്റീവൊക്കെ ചർച്ച ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഹോളിവുഡ് നടന്മാർ അമേരിക്കയിലെ വലിയ പ്രക്ഷോഭം നടന്നിരുന്നു. അതായത് അവർ ഈ മേഖലയിൽ നമുക്ക് ജോലിയില്ല, കാരണം ഈ AI അത്രത്തോളം വികസിച്ചു. അതായത് ഒരു നടനെ ഇപ്പോൾ അർണോൾഡ് ഷ്വാസ്നേഗർ പോലെയുള്ള നടന്മാരെ AI ഉണ്ടാക്കുക, എന്നിട്ട് AI ആക്ട് ചെയ്യുക, അവരുടെ സംസാരങ്ങൾ എല്ലാ മേഖലകളിലും ഈ കാര്യങ്ങൾ എന്തായിട്ടുണ്ട് AI അല്ലേ. അത് നമ്മൾ പഠിച്ചേ പറ്റൂ. അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് ചിലതെനിക്ക് മനസ്സിലാവുന്നില്ല, ചിലത് മനസ്സിലാവുന്നു. പക്ഷേ അത് എൻ്റെ കുറവാണ്. പക്ഷെ അത് ഇൻഷാ അല്ലാഹ് പഠിക്കണം, അത് റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതിൽ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഇന്നലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ നമ്മളെ ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യായിരുന്നു ഇന്ന് എന്തൊക്കെയായിരിക്കും. എല്ലാവരും ആ ഒരു ടെൻഷനിലായിരുന്നു. മീൻസ് നമ്മൾക്ക് അത്ര റീച്ചബിൾ അല്ല പലർക്കും എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു വിചാരം. പക്ഷേ ഇന്ന് സെഷൻ തുടങ്ങിയപ്പോൾ തന്നെ ചില സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മളെ സാർ പെട്ടെന്ന് തന്നെ കയ്യിലെടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇത് റീച്ചബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഫൈനൽ എന്താ പറയുക ഈ സെഷൻ്റെ എൻഡിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്ലാസ് കുട്ടികൾക്ക് ഇൻട്രാക്റ്റീവ് ആവാനും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആവാനും നമ്മൾക്ക് ഈ ടൂൾസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമ്മളുടെ ഒരുപാട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ് ഉള്ളവർക്ക് മാത്രമല്ല ഇത് പഠിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ ടൂൾസും വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ കൂടെ പറയുകയാണെങ്കിൽ ക്ലാസ് വളരെ ജോവിയലായിരുന്നു. എല്ലാവർക്കും വളരെ എന്താ പറയുക ഒരു സെക്കൻഡ് പോലും ഉറക്കം വരുന്നിട്ടുണ്ടാവില്ല. കാരണം അത്രയും കളികളിലൂടെയും ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടും പോയതുകൊണ്ട് തന്നെ ഫൈനൽ മൊമെൻറ്റ് പെട്ടെന്ന് തീർന്ന പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ ക്ലാസ് ഹാൻഡിൽ ചെയ്ത സാറിന് very thanks. Thank you, sir. First, I would like to thank for this wonderful session, sir.
ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഹെൽപ്പ് ഇപ്പോൾ എന്താ പറയുക ഇവിടെ ഇരിക്കുന്നവരെ ഉണ്ടായിരുന്നു. സാറ് ആ ChatGPTൻ്റെത് മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാറിൻ്റെ ആ ഒരു ക്ലാസ്സിന് ശേഷം ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സെഷനിലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇനി അത് ത്രൂ പോകണം ഇൻഷാ അല്ലാഹ്. ഞാൻ മോണ്ടിസറി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ സാറ് കുറേ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ മോണ്ടിസറി ലെവലിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യാന്നുള്ളൊരു ഐഡിയ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ആ ക്ലാസ്സിൽ ആ ഒരു ഐഡിയ കിട്ടി. നമ്മളെ കൺവീനിയൻസിൽ ആ മോണ്ടിസറി ലെവലിൽ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം, എങ്ങനെയെല്ലാം ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു ഐഡിയ ആ ടൂൾസ് വെച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കിട്ടി. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്ലാസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഈ ഒരു സെഷന് ഈ സെഷൻ നല്ലൊരു സെഷനായിരുന്നു. പിന്നെ ഇതിൽ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ജെമിനി ഈ ടൈപ്പ് കുറേ ആപ്പ് പരിചയപ്പെടുത്തി തന്നു. അതൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ChatGPT ഓൾറെഡി യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ബട്ട് അതിൻ്റെ കൂടെ ഇപ്പം ഈ ഒരു ന്യൂ ആപ്സ് സാർ പരിചയപ്പെടുത്തി തന്നത്. പിന്നെ അതുപോലെ അതിൽ സോങ്സിൻ്റെത് പിന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. സോ ഇനിയുള്ള സെഷൻ മീൻസ് ഇനിയുള്ള അതിൽ എന്തായാലും അത് ഇൻഫോർമേറ്റീവ് യൂസ് ചെയ്യും. സോ താങ്ക് യു. ആദ്യമായിട്ട് സാറ് ഇത്ര നല്ല ക്ലാസ് എടുക്കുന്നതിന് നന്ദി പറയുന്നു. ഇവിടെ വരുന്നവരെ ചിന്തിക്കരുത്, ഞാൻ മോണ്ടിസറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ടെക്നോളജിക്കൽ സ്കില്ല് കൊണ്ട് ചെറിയ കുട്ടികൾക്ക് എന്താപ്പം ഇപ്പോൾ പഠിപ്പിക്കാമെന്നുള്ളൊരു ചിന്തയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത് നമുക്ക് എന്തൊക്കെ ഉപയോഗിച്ച് നമ്മളെ കുട്ടികളെ നന്നായി പഠിപ്പിക്കാം. നമുക്ക് നല്ല സോങ്സ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, നല്ലൊരു വൈബ്രൻറ്റ് കളേഴ്സിൽ കൂടിയിട്ട് അവർക്ക് നന്നായിട്ട് നമുക്ക് ക്ലാസ് ഈ AI ഉപയോഗിച്ചിട്ട് പഠിപ്പിച്ച് കൊടുക്കാന്നുള്ളത് സാറ് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇത്രയും നല്ലൊരു മനോഹരമായ സെഷൻ നമുക്ക് തന്നതിന് സാറിനും നമ്മളെ പ്രിൻസിപ്പൽ സാർ, നമ്മളെ സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഞാൻ നല്ലൊരു താങ്ക്സ് പറയാം. താങ്ക് യു. First of all, very thanks because you are giving wonderful, such an informative session for us. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചാൽ ഈ ടെക്നോളജി ഒന്നും എനിക്കൊരു വശമില്ലാത്ത ഒരു ഫീൽഡാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നതിനുള്ളൊരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇപ്പം നാളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇയർ സാർ വന്നപ്പം ChatGPT അന്നാണ് ഞാൻ ChatGPT എന്താണെന്ന് എന്തെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾ അക്കാഡമിക്കിനാണത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാർ ഇപ്രാവശ്യം വന്നപ്പം ഒരുപാട് ടേംസ്, ഇപ്പോൾ പുതിയ ജെമിനി ആയാലും ക്യാൻവ ആയാലും ഗാമ ആയാലും ഒരുപാട് ന്യൂ ടേംസും ന്യൂ ആപ്സും നമുക്ക് പരിചയപ്പെടുത്തി തന്ന്. അപ്പോൾ അത് യൂസ് ചെയ്യാനും അത് കൂടുതൽ കുട്ടികളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഞാൻ ശ്രമിക്കും. എനിക്ക് പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എൻ്റെ ആ ഒരു മുന്നേയിലായ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ടെക്നോളജിയും വഴങ്ങും എന്നൊരു ഇതിലേക്ക് താങ്ക്സ് ഫോർ ഗിവിങ് സച്ച് എ വണ്ടർഫുൾ ക്ലാസ്. ഇവരെല്ലാം പറഞ്ഞൊരു കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പൊതുവേ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഉണ്ടാവുക ഉച്ചയ്ക്ക് ശേഷം ഒരു ബോറടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് നേരത്തെ സാറ് കണ്ടുപിടിച്ചതോ എന്താണെന്ന് അറിയില്ല. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് എല്ലാം നോക്കി പരിചയപ്പെട്ട് എല്ലാം നേരത്തെ റെഡി ആയതുകൊണ്ട് അതെല്ലാം ഓവർകം ചെയ്തിന് ഒരാൾക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഉറപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇല്ല അങ്ങനെ അത് സാറിന് അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ പൊതുവെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓടാൻ പറഞ്ഞാലും ചാടാൻ പറഞ്ഞാലും ഒന്നും പോയി എണീക്കൂല. എനിക്ക് മടിയാണ്. എവിടെയെങ്കിലും എന്നെ കാണാത്തതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഞാൻ ഒളിച്ചിക്കല. പക്ഷെ ഞാനും എൻഗേജ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഇപ്പോൾ ബഷീറ മാം പറഞ്ഞ പോലെ തന്നെ ടെക്നോളജിക്കലി എല്ലാ ടീച്ചേഴ്സും അത്ര ഫോർവേഡ് ഒന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇന്നിപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ പൊതുവേ നമ്മൾ ട്രെയിനിങ്ങിൽ കേട്ട കാര്യങ്ങൾ തന്നെ പിന്നെ ഇയാളെന്നാ പറയുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാർ എന്നാ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പുതിയ ടേംസ് മാം പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇടയ്ക്കുന്ന എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ്, ഇടയ്ക്കുന്ന അത് ചത്തുപോയി. അതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വിമല മാമാണ്. വിമല മാമിനെ കുറേ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറേ പഠിച്ച് വിമല മാമും കുറേ പഠിച്ച് അതെല്ലാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമുക്ക് കൂടുതൽ പിന്നെ ആങ്കറിങ്ങിൻ്റെ ഒരു സംഭവം അതും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോൾ കിട്ടിയതാണ്. ഇല്ലെങ്കിൽ എപ്പോൾ ഇത് എന്തെന്നാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, പുതിയ എന്തെന്നാണ് ചിന്തിക്കേണ്ടത്. സുരയ മാം എന്ന് വിളിച്ചുകൊണ്ട് പോലെയാണ് നമ്മുടെ ആങ്കറിങ്ങിൻ്റെ ഒരാളാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നെ സ്വന്തം ചെയ്യാന്നുള്ള ഒരു ധാരണ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ പറയാനും അങ്ങനെ പിന്നെ പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം കാര്യമായിട്ടാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറയൽ തന്നെ കുറവാണ്.
ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഒരുപാട് നേടിയെന്ന് പറയാൻ പറ്റും. ത്രൂ ഔട്ട് ദ സെഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ചിലപ്പം ChatGPT മുമ്പേ ഉപയോഗിക്കുന്ന ആളാണ്, പക്ഷെ ഇന്ന് തന്നെ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോങ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ കുട്ടികൾ എന്തെങ്കിലും എഴുതിയാൽ നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അതൊക്കെ കുട്ടികൾക്ക് കൂടുതൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം മാനേജ്മെന്റ് എന്തും ഉണ്ടാക്കുന്നത് നമ്മളെ മുമ്പിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം സാറിന്റെ ക്ലാസ് അത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഹൃദയത്തിന്റെ ഭാഷയിൽ സാറിന് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനകളും. സെഷൻ എടുക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോംപ്റ്റ് ChatGPT പോലും ഫെമിലിയർ അല്ലായിരുന്നു നമ്മളെ കൂട്ടത്തിലില്ലവർ. അപ്പോൾ ഈ സെക്ഷനിലേക്ക് വന്നപ്പം ആ ഒരു ബേസ് ഒരുപാട് നമ്മളെ ടീച്ചേഴ്സ് ക്ലിയർ ചെയ്തിട്ടാണ് വന്നത്. കാരണം അവർക്ക് സെക്കൻഡ് സെക്ഷൻ എന്തായാലും ഇനിയൊരു തേർഡ് സെഷൻ സാറിൻ്റെ സൈഡ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്ര കാലം കണ്ട ക്ലാസ്സസ് ഒന്ന് ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് വരുമ്പം എല്ലാ ടീച്ചേഴ്സും ഒരു ജനറേഷൻ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഓൾ ടീച്ചേഴ്സ് ആർ ഫുള്ളി ഒരു ഉറക്ക് പോലും വരാണ്ട് ഇത്ര നേരം എൻ്റെ മുമ്പിൽ ഫീഡ്ബാക്ക് പറഞ്ഞ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞതാണ്. ആർക്കും ഒരു ഉറക്കോ ബോറോഡിയോ വന്നിട്ടില്ല. അതായത് നമ്മൾ ഫോൺ അഡിക്റ്റ് തന്നെയാണ് ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും. ഫോൺ ഫുൾ ടൈം നമ്മളെ കയ്യിൽ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ആപ്പ് അല്ല, ഒരു 5 മിനിറ്റ് കഴിയുന്നോളും സാർ അടുത്ത് പുതിയ ടോപ്പിക്ക് വരുമ്പം അതിനനുസരിച്ചിട്ട് തന്നെ ടീച്ചേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിനെ പോലെ തന്നെ നമ്മളെ കൂടെയുള്ള ടീച്ചേഴ്സും ഇതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് ഈ സെഷൻ ഇത്ര സക്സസ് ആയത്. രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഹോസ്റ്റും ഗസ്റ്റിൻ്റെയും കൂടി ഉള്ള സക്സസ് ആണ് ഇന്ന് കണ്ടത്. ടീച്ചേഴ്സിന് ഒരാൾക്കൊരു ബോറടി ഇല്ലാതെ പ്രോംപ്റ്റിംഗ് അടക്കം ഒരുപാട് നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ക്ലാസ്സിൽ സാർ വന്നപ്പോൾ പ്രോംപ്റ്റ് എന്നുള്ള വേർഡ് പോലും അറിയാത്തവരുണ്ടായിരുന്നു. ഇപ്പോൾ പ്രോംപ്റ്റിംഗ് നമ്മൾ ഒരുപാട് പഠിച്ചതും ആ പ്രോംപ്റ്റ് എങ്ങനെയാണോ പ്രോപ്പറായി കൊടുക്കേണ്ടത് നടക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ തന്നത്. പിന്നെ കൂടുതൽ നമ്മൾ യൂസ്ഫുള്ളായ ജെമിനി എന്നുള്ളത് നമ്മൾ ഈ സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്ത സാധനമല്ല. ഇപ്പോൾ ChatGPT ആണ് അധികം യൂസ് ചെയ്യുന്നത്, ക്യാൻവി. ജെമിനിയാണ് ഇന്ന് കൂടുതൽ ക്ലാസ്സസ് കിട്ടിയതും അതിൽ പിക്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സംഭവം, ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് ChatGPT യൂസ് ചെയ്ത് പറ്റുന്നതല്ലായിരുന്നു. അപ്പോൾ ജെമിനിയാണ് ChatGPTനേക്കാൾ നമുക്കൊരു ഇൻട്രസ്റ്റീവായി തോന്നിയ സാധനം. പിന്നെ സോങ്, കുട്ടികളുടെ ഇടയ്ക്ക് ഇപ്പോൾ ലാംഗ്വേജ് ടീച്ചേഴ്സിന് ഒരുപാട് യൂസ്ഫുള്ളായ ആക്ടിവിറ്റീസ് ആയിരുന്നു അധിക സെക്ഷനിൽ ഉണ്ടായത്. അതായത് ഇങ്ങനെ സോങ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെ സിങ് ചെയ്യുന്ന മോഡ്, പിന്നെ ഒരു പാരാഗ്രാഫ് ക്രിയേഷൻ, പിന്നെ ഒരു ആക്ട്. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പം അതിൽ നമ്മൾ ആരായി മാറണം എന്നുള്ളത് ഒരു ആക്ട് കൊടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ കോൺവെർസേഷനിൽ ആ പേഴ്സണായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രോംപ്റ്റ് തന്നുകൊണ്ട് വെക്കുന്നുള്ളത്. അങ്ങനെ ഓരോ കാര്യം കൃത്യമായി തന്നത്. പിന്നെ ഫസ്റ്റ് റോളിലുള്ളവർ മാത്രമല്ല, ഇന്ന് മൊത്തം എല്ലാവരും അല്ലാണ്ട് ആക്റ്റീവായിരുന്നു. മിഠായിക്ക് വേണ്ടി മാത്രമല്ല, മിഠായി കിട്ടാതെ നമുക്ക് നോളജ് കിട്ടുന്നുണ്ടെന്നില്ല ഒരു ഇൻട്രസ്റ്റോടെയാണ് ഇന്ന് ടീച്ചേഴ്സ് എല്ലാവരും ഈ ക്ലാസ്സിനെ കണ്ടത്. അപ്പം ഇനിയൊരു ബേസ് ഏകദേശം നമ്മളൊരു 80% ക്ലിയർ ആയി എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. അപ്പം ഇനിയും നമുക്കൊരു ഇതിൻ്റെ ഒരു ഹൈ ലെവലും കൂടി സാറിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കും. രാവിലെ വന്നപാട് മിഠായി കിട്ടിയിട്ടേ ഇല്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിഠായി കിട്ടി തുടങ്ങി. ആ വീല് കറക്റ്റായി കുറച്ച് കഴിഞ്ഞപ്പോൾ. ഏകദേശം എല്ലാവരും പറഞ്ഞു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ പോസ്റ്റർ അത്യാവശ്യം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു നമുക്ക് ഉദ്ദേശിച്ച മാറ്ററിൽ അതിന് പറ്റിയൊരു ഇമേജ് പിന്നെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഇങ്ങനെ അത് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേഗം ആകുമെന്ന് ഇന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഈ ChatGPT പറഞ്ഞതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു മാറ്റർ കൊടുത്തിട്ട് പെട്ടെന്ന് എടുക്കാനും പറ്റും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. താങ്ക്സ് പറയുന്നു. കാരണം ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് പിന്നെ വിചാരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ വേഗം ഒന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റാണ്, ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പഠിക്കണം എന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്. പിന്നെ ഇൻഷോട്ടിൽ അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ പിന്നെ ഇതിനു മുമ്പ് സാർ വന്ന സമയത്ത് ഗൂഗിൾ കീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട്, പിന്നെ ഞാൻ മോറൽ ടീച്ചറാണ്, പക്ഷെ അത് ലോവർ ക്ലാസ്സിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെയുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ള മനസ്സിലായിട്ടില്ല. പക്ഷെ ഇന്ന് സാറിൻ്റെ ഈ ഒരു സെഷനിൽ പിന്നെ നമുക്കിപ്പോൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോറി ഉണ്ടാക്കാം, നമ്മൾക്ക് മോറൽ വാല്യുബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ മനസ്സിലായി ഇങ്ങനെയുള്ള സെഷൻ വളരെ
ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അധികം നന്ദി സാറിനും അതുപോലെ നമ്മളെ സ്ഥാപനത്തിനും എല്ലാവരും വളരെയധികം നന്ദി. ഇന്ന് രാവിലെ വന്നത് മുതൽ നമ്മൾ ഇതിൻ്റെ AI കുറേ ആളെ മുഖം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വന്ന് സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര കൺഫ്യൂഷൻ എല്ലാവരും മുഖത്തും ഉണ്ടായിരുന്നു. ഇത് നമുക്കിത് ഡൈജസ്റ്റ് ആവുമോ? ചില സ്ഥലങ്ങളിൽ ഞാനും അങ്ങനെ തന്നെ ഉണ്ടായത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പാണ് ChatGPT. പിന്നെ കുറേ പുതിയ ആപ്പും പുതിയ സൈറ്റ്സെല്ലാം സാർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ChatGPT നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് വരുമ്പോൾ അത് മാറ്റാൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് സാറിൻ്റെ ക്ലാസ്സിലൂടെ മനസ്സിലായി. പിന്നെ ക്യാൻവ ഞാൻ യൂസ് ചെയ്തത് CV ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ ക്യാൻവയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് എനിക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലായി. പിന്നെ ഈ ക്ലാസ്സിൽ ഇന്നിരുന്ന ഓരോരുത്തരുടെയും ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ രാവിലെ ഉണ്ടായ അതേ എനർജിയിലാണ് ഇപ്പം എല്ലാവരും ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് അത്രയും എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് സാറിൻ്റെ അടുത്ത് പറയാനുള്ളത്. Effective training session, and we all have enjoyed and we are feeling comfortable in this session. And one more thing is we have learned many new things in this, because I was using only ChatGPT, and more than that I have learned many other tools also, and you made us capable of using all the tools by demonstration. And thank you once again, sir, and looking forward for engaging us in future sessions. Thank you very much. Your wonderful session. ഞങ്ങൾ ടെക്നോളജിയിൽ കുറച്ച് പിറകോട്ടാണ്, പക്ഷേ എങ്കിലും കഴിഞ്ഞ സാറിൻ്റെ ക്ലാസ് വളരെ ഇഫക്റ്റീവായിരുന്നു. അതുപോലെ ഈ ഒരു ക്ലാസ്സും കൂടി കേട്ടപ്പോൾ നമുക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആയി തോന്നുന്നു സാർ. അതുപോലെ തന്നെ സാറ് ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ട ആ ഒരു ഇത് നമുക്ക് വളരെ പ്രയോജനം ചെയ്തു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാനുള്ളത് അത് നമുക്ക് വളരെ ഇതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഇനിയൊരു ക്ലാസ്സും കൂടി കിട്ടിയാൽ നല്ലൊരു ഇതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാർ ആദ്യം തന്നെ ആക്ടിവിറ്റിയിൽ ഒരു സർക്കിള് വരക്കാനാണല്ലോ ഉണ്ടായത്. അപ്പം എൻ്റെ ആദ്യത്തെ 3 ഡോട്ട്സും അതായത് കുട്ടികളെ മനസ്സിലാക്കിയോ, പിന്നെ ആ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കണ്ടന്റ് എത്രത്തോളം മനസ്സിലാക്കി, ആ 3 ക്വസ്റ്റ്യൻസ് ഞാൻ അതിന് 10 അതിനുശേഷം ചോദിച്ച 3 ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയിരുന്നു. അപ്പം എനിക്ക് എന്നിൽ ഉള്ള കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഈ ടൂൾസ് ഉപയോഗിക്കാനും അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ ആയാലും ഇവിടെ വന്ന് ക്ലാസ് ആക്കുമ്പോൾ നമ്മൾ ഇതാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വേണ്ടത് ഈ ഒരു അറിവാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ആ സർക്കിൾ വരക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചിരി വരുന്നത് അത് 3ഉം അങ്ങനെയായിരുന്നു വന്നത്. ഇപ്പം ഈ ആ ഒരു സെഷനിൽ കഴിഞ്ഞിട്ടുള്ള കൂടുതൽ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഇതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ഒരു മിഠായി തന്നത് ഭയങ്കര എൻഫോഴ്സ്മെന്റ് ആണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഒരാൾ ചെയ്ത് അത് ജസ്റ്റ് നോക്കിയിരിക്കുകയുള്ളൂ, നമ്മൾ അങ്ങനെ ചെയ്യൂല. അപ്പം അതും കൂടെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ എല്ലാവരും ഇൻവോൾവ് ആയി ചെയ്ത പോലെ തോന്നി. ഭയങ്കര എഫക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ക്ലാസ്. താങ്ക് യു സർ. നമ്മൾ ഇതിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പിന്നെ സെയിം കോൺവൊക്കേഷൻ ലാസ്റ്റ് ഇയർ നമ്മൾ ഫേസ് ചെയ്ത കോൺവൊക്കേഷൻ എല്ലാം പ്ലേ ചെയ്ത എല്ലാ ബാക്കി സ്കൂൾസിലുള്ള സോങ്. അപ്പോൾ ഈ വരുന്ന കോൺവൊക്കേഷന് അതെ, അപ്പോൾ ജസ്റ്റ് നമുക്കതിൽ യൂസ് പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡിൽ എന്താണ് അത് മാത്രമാണ് ഈ പ്രോംപ്റ്റ്സ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഒരു റിഫൈൻഡ് വെൽ പ്രിപ്പയർഡ് സാധനം കിട്ടുന്ന ഒരു നല്ലൊരു ആപ്ലിക്കബിൾ കാര്യം തന്നെയാണ്. സാറിൻ്റെ ക്ലാസ് വെരി യൂസ്ഫുള്ളായി, അതിനി അപ്ലൈ തന്നെ ചെയ്യുന്ന ഉറപ്പിക്കാം. താങ്ക് യു. മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ മോണ്ടിസറി സ്റ്റാഫാണ്. അപ്പോൾ അവിടെ നമുക്ക് ടെക്നോളജി നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും ഓഡിയോ ഒരു പോയിമിന് നമ്മൾ വോയിസ് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. താങ്ക് യു.